എന്താണ് ഈ അവസരത്തിൽ തോന്നുന്നത്? സന്തോഷമുണ്ട്. ട്രിവാൻഡ്രംകാരുടെ സദ്യ. ഹലോ, അപ്പൊ ഇന്ന് നമ്മളൊരു കല്യാണം വ്ലോഗിലേക്കാണ് വന്നേക്കുന്നത്. എവിടെയാണ് കല്യാണം? ഇൻട്രോവേർട്ടൊക്കെ ഉണ്ട്. നമ്മളിന്ന് കുറച്ച് സ്ലോ വ്ലോഗാണ് കേട്ടോ. അപ്പം സദ്യ ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് സദ്യ ഇടുന്ന കാണിച്ചു തരാം. ട്രിവാൻഡ്രംകാരുടെ സദ്യ. അപ്പൊ ആരുടെ കല്യാണം നാട്ടിൽ അറിയൂ? നെയ്യ് വെച്ചപ്പോ നെയ്യ്. നമ്മുടെ ഐറ്റംസ് വരുന്നത് അവിയൽ, പച്ചടി, ഒരു കിച്ചടി ഒരു പച്ചടി, ഒരു കിഴങ്ങിൻ്റെ എന്തൊരു കറി, ഒരു തേങ്ങയുടെ തോരൻ, മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാറ്, ഇഞ്ചി, പൈനാപ്പിളിൻ്റെ ഒരു സാധനം ഇവിടെ ഉണ്ട്, മധുരമുണ്ട്. ആദ്യം വളരെ കുറച്ച് ചോറേ ഉള്ളൂ കേട്ടോ. കുറച്ച് ചോറും കുറേ പരിപ്പ്. അടുത്ത റൗണ്ട് പെട്ടെന്നാണ് വരുന്നത്. അവിടുന്ന് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് കഴി. സെക്കൻഡ് റൗണ്ട് വിത്ത് സാമ്പാർ. അടിപൊളി സാമ്പാറല്ലേ? സാമ്പാർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ഇവരുടെ സ്പീഡിൽ തന്നെ നിൽക്കണം. അവിടെ പായസം എത്തി കഴിഞ്ഞു. ഇനി ഒരു റൗണ്ട് കൂടെ വരത്തില്ലേ? ലാസ്റ്റ് റൗണ്ട് വരും. ലാസ്റ്റ് റൗണ്ട് വേണ്ടാത്തൊരു ബുദ്ധിപരമായിട്ട് കുറച്ച് ചോറ് മാറ്റി വെക്കും, മോര് വെച്ച് കഴിക്കാം. നമുക്കിനി ഒന്നുകൂടി ചോറ് മേടിക്കേണ്ടി വരും. മെയിനായിട്ട് പറയാനുള്ളത് ഈ വ്ലോഗ് നമ്മൾ ഇവിടെ ഇട്ടില്ലേ, എവിടെ ഡിഗ്രി ഗ്രൂപ്പിലിട്ടില്ലേ? അപ്പോൾ ഞങ്ങളെ കുറേ പേര് കല്യാണം വിളിക്കാൻ ഇരുന്നിട്ടുണ്ട്, കുറേ കല്യാണം കഴിഞ്ഞവരൊക്കെ. അപ്പോൾ അവരൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ. പേഴ്സണൽ ഉള്ളി. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ ഞങ്ങൾ ഇന്ന് ഈ കല്യാണം ഞങ്ങൾ അടിപൊളിയാക്കും. അടിപൊളിയാണെന്ന് ചിരിക്കുന്ന എനിക്ക് ചിരി മാത്രമേ ഉള്ളൂ. കെട്ട് കഴിയാൻ കാത്തിരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് പെണ്ണിന്റെ കല്യാണം ആരുടെയൊന്നും കാണാൻ നിന്നില്ല. പെണ്ണും ചെറുക്കിനോട് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. കല്യാണം ഞങ്ങളുടെ ഫ്രണ്ട് ഹർഷയ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പായസം എത്തി. പെട്ടെന്ന് സ്ഥലം എടുക്കട്ടെ പായസത്തിന്. പ്രഥമൻ, അടപ്രഥമനല്ലേ ഇത്? അടപ്രഥമൻ. അയ്യോ, ഞാൻ സ്ലോ ആയി ഗൈസ്. ചോറ് കഴിക്കാനുള്ള സമയം കിട്ടില്ല. അതിനുമേ പായസം എത്തി. ഇനി 2-3 പായസം വരുമോ? അമ്മയും കാണും. ഇപ്പോൾ ട്രിവാൻഡ്രം കല്യാണത്തിൻ്റെ മെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബോളി. ഇത് മസ്റ്റാണ് ഇവിടെ. ബോളിയിലൂടെ നമുക്ക് ബ്രഹ്മസല്ലി. യെസ്, ബോളിയും വെളുത്ത പായസം. സോറി ഫോർ ദ വൃത്തിയില്ലാത്ത കഴിക്കൽ. സ്പീഡിലായിപ്പോയി. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊല്ലത്തില്ലല്ലോ ബോളി ഉണ്ടോ? കൊല്ലത്തെ കല്യാണത്തിന് ചിലതിനൊക്കെ ഉള്ളൂ. ഒരു ലഹരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ഇവരെ മത്ത്. ഇത് കഴിച്ച് മത്ത കഴിക്കണം. അടിപൊളി. ചോറും അടുത്ത ചോറ് വരുന്നു. പായസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ അച്ചാറോടി ടേസ്റ്റ് എന്നാണ് അതിൻ്റെ ഒരു. നമ്മളെ മോരും കൊട്ടി കഴിക്കാനുള്ള ചോറ് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഫുള്ള് മിക്സായി കിടക്കുക. ചോറ് വാങ്ങിച്ചാ? മോര് വേണ്ടല്ലോ, പായസം ഉണ്ടല്ലോ ചോറ് കഴിക്കാൻ. കുഴച്ചടി അതിവിദഗ്ധമായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം സദ്യ കഴിഞ്ഞിരിക്കുന്നു. എന്ത് സദ്യയൊക്കെ ഇന്ന് കഴിക്കുന്ന വർക്കലാര് വന്ന്. ആരുടെ കല്യാണോ? ഫുൾ പേര് പറയടാ. അത് ബോർഡിൽ ഞങ്ങൾക്ക് അറിയാം. പേര് ഹർഷയാണ്. അപ്പൊ വിളിച്ച കല്യാണം. ഞങ്ങള് തിരുവനന്തപുരം സദ്യ വ്ലോഗ് എടുക്കാൻ വരുന്നു. അവളവിടെ മനസ്സിലായോ? ഓർമ്മയുണ്ടോ? കിളി പോയി നിൽക്കുന്നു. സിമ്പിൾ കോസ്റ്റ്യൂം ആക്കി. എന്താ ജേർണലിസത്തിൽ നിന്നും ഒരു പെൺതരി, ഒരേ ഒരു പെൺതരി നീയല്ലേ ഉള്ളൂ. ചേട്ടനെ കൂടി കാണിച്ചു. ഗൈസ്, അപ്പോൾ കല്യാണ പെണ്ണിന്റെ റിയാക്ഷൻ കാണിച്ചു തരാം ഞങ്ങളെ കാണുമ്പോൾ ഉള്ള. കാണുന്ന പിന്നെ കല്യാണത്തിന് വന്നാൽ ഇങ്ങനെ വായി നോക്കി എന്തുകൊണ്ട് ഹർഷ ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വിളിച്ചില്ല? പിന്നെ അവിടെ MLA വരുമ്പോഴല്ലേ നിന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നത്. MLA MP ആരാണ്? എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്? സന്തോഷമുണ്ട്. ഒരു ഹായ് പറയും ഹർഷ. തോന്നിക്കുന്നതോ കാണിച്ചു തരാം സൂം ചെയ്ത്. കണ്ടാ ഒരെണ്ണം എടുത്തേ. ഞങ്ങളുടെ നാട്ടിൽ ലൗലോലിക്കാന്ന് പറയും. കല്യാണം കഴിഞ്ഞ് നേരെ നമ്മള് വർക്കല ക്ലിഫിലെത്തിയിട്ടുണ്ട്.
ഒരാവശ്യമില്ല. നട്ടുച്ചയ്ക്ക് വർക്കല ക്ലിഫിൽ എന്താണ് വന്നത്? എന്ത് കാണാൻ വന്നത് അത് നോക്കിട്ട്. ഇപ്പൊ വർക്കല അപ്ഡേറ്റ് ഇപ്പൊ ഫുൾ അടച്ചിട്ടേക്ക് കേട്ടോ. വിസിറ്റേഴ്സ് നോട്ട് അലൗഡ്. എന്താ പോളി പോളില്ല. അത് ബോട്ട് വേണം കാണാൻ പറ്റും. കുളിക്കാൻ പറ്റത്തില്ല കേട്ടോ. കുളിക്കാൻ പറ്റില്ല, ഭയങ്കര അങ്ങനല്ലടാ അതിന്റെ പരിപാടി. ഇത് നീ എന്നാ വേറെന്തിനുള്ള എക്സസൈസാ. ഇത് മറ്റേ കടൽ കയറിയപ്പോഴേ ക്ലിഫിൽ നമുക്ക് ഇറങ്ങാൻ നടക്കാൻ സ്ഥലമില്ല. ആ ഫുള്ള് തിര ഇവിടെ വരെ എത്തി. ഇങ്ങനെയാണ് നമ്മൾ തിര എണ്ണുന്നത്.